ഇഫക്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. തീർച്ചയായിട്ടും അത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു സീസൺ ഇത് തന്നെയാണെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടതുകൊണ്ട് നമ്മൾ ഇപ്പോൾ റിലീസ് ചെയ്യുകയാണ്. എന്തോ ആരാ? ഞാനോ? ഞാൻ അഭിനയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. ജഗദമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാനാ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അതിനകത്ത്. മ്യൂസിക് കൈലാഷ് മേനോനാണ്, ക്യാമറ അനി നായർ. അങ്ങനെ അതാണ്. ഒരുപാട് ആർട്ടിസ്റ്റുണ്ട്, ഒരുപാട് പേര് നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. രാഷ്ട്രീയം തന്നെയാണ് അതിൻ്റെ. രാഷ്ട്രീയത്തിന് വേണ്ടി ഉള്ളൊരു സിനിമ അല്ലെങ്കിൽ പോലും ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന കുറേ ലൈവായിട്ടുള്ള കുറേ കാര്യങ്ങളുടെ നിന്നും ഒരു ക്യാരക്ടർ യാദൃശ്യമായിട്ട് രാഷ്ട്രീയത്തിലേക്കൊരു സ്ത്രീ എത്തപ്പെടുന്നു. അപ്പോൾ അതിനിടയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളിടത്താണ്. അതാണ് കഥയുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് അവർ വന്നത് നന്നായോ ഇല്ലയോ, ഇല്ല അങ്ങനെയുള്ളവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു മറുപടി ആയിരിക്കും. വളരെ സാധാരണക്കാർക്ക്, വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സ്ത്രീക്ക് ഇവിടെ വന്നാൽ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാവും എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സ്ത്രീക്ക് അതൊന്നും ഒരിക്കലും അത്ര എളുപ്പമല്ല എന്നുള്ള തീരുമാനത്തിലാണോ അവരെത്തുന്നത്. അതല്ല, പൊരുതി നിന്നാൽ ഇവിടെ തൻ്റെ ഇഷ്ടത്തിനുള്ള കുറച്ച് കാര്യങ്ങളല്ലെങ്കിൽ താൻ വിചാരിക്കുന്ന രീതിയിൽ ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യണോ അതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസമാണോ എന്നൊക്കെയാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. സംവിധാനം ശിവപ്രസാദ്, എൻ്റെ ഹസ്ബൻഡാണ്. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ അവളുടെ കുറേ ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിന് നാട്ടിൻപുറത്തുകാരനാണ് അദ്ദേഹം. അപ്പോൾ അവിടുത്തെ പഞ്ചായത്തൊക്കെ വളരെ സ്ട്രോങ് ആണ്. പൊതുവെ നമ്മുടെ കേരളത്തിലാണ് പഞ്ചായത്തുകളുടെ ഇലക്ഷനും കാര്യങ്ങളും ഒക്കെ ഇത്രയും ശക്തമാവുന്നത്. കാരണം ഞാൻ തമിഴ്നാട്ടിലല്ലേ. അപ്പോൾ അവിടെ എനിക്കറിയാം അവിടത്തേക്കാളൊക്കെ വളരെ പ്രാധാന്യം എന്ന് പറയുന്നത് പിന്നെ കേരളത്തിലെ പഞ്ചായത്തുകളുടെ ഒരു ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുപ്പിച്ചുള്ള ഒരു ബഹളവും അത്ര വലിയ കാര്യങ്ങളും ഒന്നും തമിഴ്നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അപ്പോൾ എനിക്കത് വളരെ വ്യത്യസ്തമായിട്ട് തോന്നി ആദ്യമായിട്ട് അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പം. അപ്പോൾ അദ്ദേഹം ലൈവായിട്ട് കണ്ടിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സും സംഭവങ്ങളും ഒക്കെയാണ് പ്രധാനമായിട്ട്. അല്ല, അങ്ങനെ ഒരു താരതമ്യം ചെയ്യാനൊന്നുമല്ല കേട്ടോ. അതാരാ ചോദിച്ചേ? അതെന്തോ സഹോദര അങ്ങനൊരു ചോദ്യം? തമിഴ്നാടിൻ്റെ പഞ്ചായത്ത് ഇവിടുത്തെ പഞ്ചായത്തും തമ്മിൽ താരതമ്യം ചെയ്താണോ നട്ടിച്ചിക്ക് നമ്മുടെ പണി? അതല്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാ. ഞാൻ അവിടെയാണ് എൻ്റെ ഒരു 8-9 വയസ്സ് മുതൽ അവിടെ എങ്ങും കാണാത്തൊരു എന്താ പറയുന്ന ഒരു ഭയങ്കര വളരെയധികം പ്രാധാന്യമുള്ളൊരു സംഗതി. പിന്നെ ഇടത്തരക്കാർ നാട്ടിൻപുറത്തുകാരാണെങ്കിലും നമ്മുടെ ആൾക്കാർ കമ്പാരിറ്റീവ്ലി വളരെ വിദ്യാഭ്യാസമുള്ളവരാണ്. കേരളം എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ അവിടെ ഇപ്പം വളരെയധികം ബെറ്ററായിട്ടുണ്ടെങ്കിലും പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ഇതാണ്, നമ്മൾ സഹിക്കപ്പെടേണ്ടവരാണ് എന്ന് വിചാരിച്ച് അങ്ങ് പോവുമായിരുന്നു. ഇന്നത് റിയാക്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും ശക്തമായിട്ട്. കാലം മാറിയല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ബന്ധുക്കൾ, ഞാൻ നാട്ടിൽ വരുമ്പോഴൊക്കെ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുകയൊക്കെ ചെയ്യുമ്പം ഒരു ചെറിയ അത്ഭുതം എന്നൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തു. ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു സിനിമ കിട്ടുന്നത്. ഒരു ക്യാരക്ടർ വളരെ ഫ്രീഡത്തോടു കൂടി ഒരു ത്രൂ ഔട്ട് വേഷം ചെയ്യാൻ കിട്ടുന്നത്. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. എന്തുവാ? അതെ, അതിനെക്കുറിച്ച് എന്തോ പറയണം. ഇത് ഏത് ചേട്ടനായി ചോദിക്കുന്നത്? എനിക്കൊന്ന് മുഖം കാണിച്ചേ, മുഖമൊന്ന് കാണിച്ചേ. അല്ല, പുരസ്കാരം എന്ന് പറഞ്ഞാൽ പുരസ്കാരം എപ്പോഴും സന്തോഷമല്ലേ, പ്രത്യേകിച്ച് ഒരു ദേവീ സാന്നിധ്യത്തിൽ കിട്ടുമ്പോൾ. അപ്പോൾ വലിയ കാര്യമല്ല. അത് ചെറിയ പ്രസാദമാണ് തരുന്നതെങ്കിൽ പോലും അതൊരു വലിയ പുരസ്കാരമായിട്ട് തന്നെ കണക്കാക്കും നമ്മൾ. അതുകൊണ്ടല്ലേ നമ്മൾ അതിനുവേണ്ടി ഇവിടം വരെ വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ്. അത് അദ്ദേഹത്തിന് അനുഗ്രഹം, എനിക്കും അനുഗ്രഹം, അത്രയേ ഉള്ളൂ.
ഒരു മിനിറ്റ്, സമൂഹത്തിന് തീർച്ചയായിട്ടും അത് തന്നെയാണ് കൊടുക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം പിന്നെ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തെക്കുറിച്ച് സ്ത്രീകൾക്കും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണം എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ ഇവിടെ നിൽക്കാൻ അസാമാന്യ ധൈര്യം എന്നതിലുപരി നമ്മൾ കുറേ വിശ്വസ്തരായിരിക്കണം. എന്തിനെ നേരിടാനുള്ളൊരു മനക്കരുത്ത് നമുക്കുണ്ടാവണം എന്നൊക്കെയുള്ളൊരു മെസ്സേജുണ്ട്. അത് എന്നിട്ട് പ്രശ്നങ്ങളാണെന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ പറയുമല്ലോ, ഒന്നും വേണ്ട, മിണ്ടാതെ വീട്ടിൽ ഇരുന്നാൽ മതി എന്ന് പറയുമല്ലോ. അപ്പോൾ അങ്ങനെയല്ല, കുടുംബത്തിൻ്റെ സപ്പോർട്ടും നമ്മുടെ ചുറ്റിനുമുള്ളവരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് നിൽക്കാൻ ഒക്കും എന്നുള്ള ഒരു മെസ്സേജ് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഗുണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഭാഷയിൽ അല്ലെങ്കിൽ വേറൊരിടത്ത് ഞാൻ എപ്പോഴും എൻ്റെ ഒരു അഭിനയമായിട്ട് ബന്ധപ്പെട്ട് ബിസിയായിരുന്നു. അപ്പം കുറച്ച് പൈസ മുടക്കിയിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നടത്താനുള്ളൊരു കാര്യമല്ല നിർമ്മാണം. പിന്നെ ഇത് എന്ന് പറയുന്നത് ഞാൻ കുറച്ചൊരു എന്ന് പറയുന്ന ഒരു 7-8 കൊല്ലമായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ സംഭവങ്ങളാണ് തിരക്കഥയായത്. അപ്പോൾ അതിലൊരു താല്പര്യം തോന്നി. ഞാൻ മാത്രമല്ല, പിന്നെ ഞങ്ങളുടെ കുറേ സുഹൃത്തുക്കളൊക്കെ ഈ കഥ ഇതുപോലെ അദ്ദേഹം എൻ്റെ ഹസ്ബൻഡ് ഇത് വിവരിക്കും. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പറഞ്ഞ് വന്ന് അതിനകത്ത് കുറേ രസങ്ങളും കുറേയൊക്കെ ഗൗരവമുള്ള കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നിയപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു സിനിമയാക്കാൻ ശ്രമിക്കാത്തത് എന്ന് തോന്നുകയും അങ്ങനെ ആ കൂട്ടത്തിൽ നിന്നും ഒരു ക്യാരക്ടറിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ജഗദമ്മയെ മാത്രം അതിലേക്ക് കൊണ്ടുവരികയും ചെയ്തതാണ്. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്നെ അപ്രോച്ച് ചെയ്യുന്ന പല പ്രൊഡ്യൂസേഴ്സിനോടും നമുക്ക് ചോദിക്കാം. അപ്പം വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യുകയും ചെയ്യും. പക്ഷെ എന്നാലും നാളെ ഒരു ചോദ്യം വരും, അത്രയും നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാത്തത് എന്നൊരു ചോദ്യം വരും. ഇതിനൊക്കെ അപ്പുറത്ത് വേറൊരു കാര്യമുണ്ട്. സിനിമയല്ലാതെ മറ്റൊരു മേഖലയിലും നമുക്ക് എന്താ പറയുന്നൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പോലും ഒരു അനുഭവം പ്രാവർത്തികമാക്കാൻ പറ്റുന്ന മറ്റൊരു മേഖലയെക്കുറിച്ച് എനിക്ക് അറിയില്ല. അറിയാവുന്നത് ഇവിടെ ഉള്ളൂ. അപ്പോൾ അതിവിടെ ഒന്ന് പരീക്ഷിച്ചു, അത്രയേ ഉള്ളൂ. നിങ്ങളെയൊക്കെ വിശ്വസിച്ച്. എന്തുവാ താല്പര്യം ഉണ്ടോന്നോ? ഇന്നിപ്പോൾ അറിയണോ ഈ വെറും വെയിറ്റിൽ? ഇച്ചിരി കഴിഞ്ഞ ആഹാരമൊക്കെ കഴിച്ച് വയറ് നിറച്ച് പറഞ്ഞാൽ മതിയോ? അല്ല, അതൊക്കെ കണ്ടു, ഇവിടെയും കാണുന്നു, തമിഴ്നാട്ടിലും കാണുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനെന്തോ വേണം? ഞാൻ രാവിലെ ടിഫിൻ കഴിച്ചിട്ടില്ല, ഒരു കട്ടൻ കാപ്പിയും കുടിച്ചുകൊണ്ട് വന്നതാണ്. നിങ്ങളൊക്കെ ബിസി ആയിരുന്നു. ഇപ്പം നിങ്ങൾ ഫ്രീ ആയപ്പോൾ ഞാൻ വന്നിരുന്നു. ഇനി എനിക്ക് പോയി ചോറുണ്ണണം. ഉണ്ട് കഴിഞ്ഞ് പറയണോ ഇപ്പോൾ പറയണോ? എനിക്കത് രണ്ടിലൊന്നും അറിഞ്ഞാൽ മതി. ഇപ്പം അതുവരെ കാത്തിരിക്കുക. ഊണ് കഴിഞ്ഞൊക്കെ വയറ് നിറച്ച് ഏമ്പൊക്കെ വിടുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കാമെങ്കിൽ ഞാൻ പറയാം കേട്ടോ. തീർച്ചയായിട്ടും സാർ, അതൊരു ഏറ്റവും വലിയ വെല്ലുവിളിയില്ലേ. നമ്മൾ എത്രയോ സിനിമകൾ അഭിനയിക്കുമ്പോൾ ആ ഒരു എന്താ പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തമാശക്കാണെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് അല്ലെങ്കിൽ ജനങ്ങളെ വിശ്വസിച്ച് എന്ന് പറയുന്നത് 100% ശരിയല്ലേ. മറ്റൊരു ജോലിയും പോലെ ഇങ്ങനെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ടിങ്ങനെ ഇന്ന സമയത്ത് നമ്മൾ ഒരു പടം ഇറക്കിയാൽ ഓടും, അല്ലെങ്കിൽ ഇന്ന രീതിയിലെടുത്താൽ ഓടും. എന്താ ഉള്ളത്? അങ്ങനെയൊന്നുമില്ലല്ലോ. ഇതൊരു ഗാംബ്ലിംഗ് പോലെ നമ്മുടെ വിശ്വാസത്തിൽ നമ്മളൊരു പടം ചെയ്യുന്നു, അത് റിലീസ് ചെയ്യുന്നു. ഓടിയാൽ ലാഭം കിട്ടും, ഇല്ലെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു റെഗുലർ പ്രൊഡ്യൂസേഴ്സ് കുഴപ്പമില്ല, അവർക്ക് പറ്റും. അടുത്തൊരു നല്ല പടം ചെയ്താൽ തിയേറ്റേഴ്സിനും അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലാഭം വരുന്ന രീതിയിലാക്കാൻ പറ്റും. അവർക്ക് സ്ഥിരമായൊരു ടീമുണ്ടാവും. ഇതൊന്നുമില്ലാതെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ റിസ്ക് അല്ലേ. ആ റിസ്ക് അറിയാവുന്നതുകൊണ്ടാണല്ലോ നമ്മളൊരു പടം ചെയ്തിട്ട് ഇത്രയും ഗ്യാപ്പ് എടുക്കുന്നത്. അപ്പം അതങ്ങനെ ഉണ്ട്, അതുണ്ടാവും. പുതിയൊരു വാർത്തയുമായി വേണ്ടി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി, നമസ്കാരം.